ഇന്നൊരു ഹോട്ടലിൽ പോയിട്ട് മൂഞ്ചിട്ട് വന്നിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ രണ്ടൂട്ടം പോയി. അങ്ങനെ എന്താ പറയലേ, എന്ത് സംഭവം ഏതെന്ന് പറഞ്ഞിട്ട് സ്കിപ്പാക്കാതെ ഫുൾ വ്ലോഗ് കണ്ടു നോക്കുക. അങ്ങനെ ഇന്ന് ഞാനും ചെമ്മു ഉണ്ടല്ല, ഒരു നമ്മളെ അടുത്തുള്ള ടൗൺ മീൻസ് നമ്മളെ കാഞ്ഞാടല്ല, അടുത്തുള്ള അജ്ഞാൽ തന്നെ ഇപ്പോൾ ഏകദേശം എല്ലാ ഷോപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ ആടെ തന്നെ ഉള്ള കുറച്ച് ഷോപ്പിന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല ടാപ്പാർക്ക് എന്നിട്ട് ഇങ്ങനെ ബാന് പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ അയാൻ അംഗൻവാടിയിലാക്കിയിട്ട് നേരെ പോകുന്നില്ലത്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുമ്പും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ ആൾക്കാരുണ്ട്, മറന്നിട്ടുണ്ടെന്ന്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കട്ടോ. അങ്ങനെ ഒരു ലൈക്കും കമൻറ്റ് ആക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ആക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നടന്നിട്ട് റോട്ടുമെത്തി നമ്മൾ ഉള്ളിലുള്ള വയലും ആയിരുന്നുള്ളത് കേട്ടോ. സോ അടുത്ത് ഷോപ്പിൻ്റെ മുമ്പിൽ തന്നെ എത്തുന്ന ഒരു പെരൻ്റെ മുറ്റത്തെല്ലായിട്ട് വരണം ഗൈസ്. നമ്മൾ നേരെ വന്നിട്ടുള്ളത് മേഘ്മയിൽ കേട്ടോ. അതിൻ്റെ ബാക്കിലാണ് നമ്മളെ പെര, കുറച്ച് അങ്ങോട്ട് പോകണമെന്നേ ഉള്ളൂ. അങ്ങനെ എന്തു പറയില്ലേ, നമ്മൾ ഇവിടെ കുറച്ച് സാധനം വാങ്ങാൻ വന്നിട്ടുണ്ടായത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ മേഘമയിലേക്ക് കയറി. പിന്നെ ഞാനുണ്ടല്ലോ കുറച്ച് ഐറ്റംസ് നോക്കിക്കൊണ്ടുള്ളത്. എനിക്ക് ഷൂ ആവശ്യമുണ്ടായിരുന്നു. സോ നല്ലതൊന്നുമല്ല ഞാൻ നോക്കുന്നുള്ളത്. ആക്ച്വലി എൻ്റെ ജിമ്മിലത്തെ ഷൂ ഉണ്ടല്ലോ ആടെ വിട്ടിട്ട് വന്നത് കൊണ്ട് അത് ആരും പൊക്കി ഗൈസ്. പൊക്കി മീൻസ് അവർ അത് കച്ചറയിലിട്ട് ഞാൻ ജിമ്മിന് പോയിട്ട് ഇക്ക വന്നേ പിന്നെ മതിയാക്കി. അതെൻ്റെ മണ്ടത്തരം എനിക്ക് തോന്നിയിട്ട. സോ അപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക കഴിയാതായിട്ടുണ്ടായിന്. സോ അങ്ങനെയുള്ള പ്രശ്നമായത് കൊണ്ട് ഞാൻ എന്താക്കി, ജിമ്മിൽ ലാസ്റ്റ് ഡേ ഞാനും ചെമ്മും എന്താക്കി, നമുക്ക് ടൗണിൽ ഉണ്ടാകുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ആ ബാഗിൽ കുത്തി കയറ്റിയിട്ട് നമ്മൾ എന്താ പറയുക ബാഗിലിട്ടിട്ട് ഷൂവിനെ കൊണ്ടുവരും. പക്ഷെ അന്നത്തെ ദിവസം എന്തായെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഷൂ ഉണ്ടല്ല നമ്മൾ ടൗണിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയത്. പിന്നെ നമ്മൾ ഇതുവരെ ആ ജിമ്മിൻ്റെ മുറ്റത്ത് കയറിയിട്ട് ആ മുറ്റത്ത് അതിലേ നടന്നിട്ട് പോകുന്നത് നമുക്ക് അവിടെ കയറാൻ പറ്റിയിട്ട. എന്തുകൊണ്ട് ബാന് പിന്നെ മറവി, ഈ രണ്ട് കാരണം കൊണ്ട് നമ്മൾ അതിനുള്ളിൽ കയറിയിട്ട. അതിൻ്റെ ഒരു ദിവസം അവർ വേസ്റ്റിൻ്റെ വരുന്നതെന്ന് വെച്ചാൽ ആ ഷൂ ഒരു ലോഡ് ഷൂ അയച്ച് അതിൽ നമ്മൾ രണ്ടാളെ ഷൂ ചമ്മൊരു പുതിയ ഷൂ ഞാൻ പൊക്കിയിട്ടുണ്ടായത്, അതും മോളെ ഷൂ എല്ലാം പോയി ഗൈസ്. സോ ഭാഗ്യത്തിനൊന്നും പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജിമ്മിന് സ്റ്റാർട്ടാക്കാൻ പോകുന്നുള്ളത്. അങ്ങനെ നിറയിൽ ഷൂ വേണം, അതുകൊണ്ട് നമ്മൾ ഒരു ഷൂ വാങ്ങണം. പിന്നെ ആദ്യമൊക്കെ എനിക്ക് അയൺ വരുമ്പോഴത്തേക്ക് അയൺ അംഗൻവാടി എന്തെല്ലോ സോപ്പിങ് ഇട്ടിട്ട് അയച്ചിട്ടുള്ളത്, വരുമ്പോൾ ഗിഫ്റ്റെല്ലാം വാങ്ങിയിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആ ബോൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് ടവൽ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ ടീച്ചർ ടവലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അതും കൊടുത്ത് പിന്നെ ഇങ്ങനത്തെ കുറച്ച് അൽക്കുത്ത് സാധനം വാങ്ങുന്നില്ലത് കേട്ടോ. അവർക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം വാങ്ങുന്നില്ല. ഇത് നല്ല ക്യൂട്ടില്ല, കാണുമ്പോൾ അത് വാങ്ങാൻ തോന്നിയിട്ട് ഞാനിതിൽ മുഞ്ചി കണ്ടിട്ട് വാങ്ങിയിട്ടുള്ള സാധനം കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ പെണ്ണുഞ്ഞായ എനിക്കിത് വാങ്ങി കൊടുക്കാമായിരുന്നു. പിന്നെ ഇത് ഈ ഫോൺ ഞാൻ നോക്കി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അവർ പറഞ്ഞത് ബാറ്ററി വാങ്ങുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇട്ടിട്ട് മ്യൂസിക് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് ദുഷ്ടന്മാർ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ കണിക്കാൻ നമ്മൾ മൂഞ്ചി അവസ്ഥയിലേക്ക് ഇപ്പം എത്താൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ വിറക്ക് നിൽക്കാനോടെ എന്തെങ്കിലും സോപ്പിങ് ഇട്ടിട്ട് പൈസ വാങ്ങിയിട്ട് വന്നത് എന്തിനേയും കുറച്ച് ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സ്മൂത്ത് ഷോയിൽ പോകണോ അല്ല പാർഷ്യൽ പോകണോ എന്ന് പറഞ്ഞാൽ ഇത് അടുത്തടുത്ത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു പാർഷ്യൽ തന്നെ പോകാൻ. എന്ത് ചെയ്യുന്നത്, ഓളൊരു സാധനം അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അത് കുറേ ദിവസമായി ഓൾ പോകണം വാങ്ങണം, അത് വാങ്ങി തിന്നണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലത്. പക്ഷെ അതിനെത്തിയിട്ട് അപ്പം നമ്മൾ വിചാരിച്ച് ഇത് വാങ്ങിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്മൂത്ത് ഷോയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈടെ എത്തിയിട്ടുണ്ടല്ല, ആ സാധനം ഓപ്പൺ ആയിട്ടാ, ആകെ പാർച്ച മാത്രമേ ഓപ്പൺ ആയത്. ആ സംഭവം ഓപ്പൺ ആയിട്ടാ, ഓൾ ഉദ്ദേശിച്ച സാധനത്തിൻ്റെ കൗണ്ടർ ഓപ്പൺ ആയിട്ടാ. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് എന്നിട്ട് അവർ പറഞ്ഞ് ഇപ്പോഴേ വരില്ല, 1 മണിയാണ്, എന്നാലേ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന്. അപ്പോഴത്തേക്ക് ആരും പോയിട്ട് കഴിച്ചു. ഫസ്റ്റ് കസ്റ്റമർ നമ്മൾ എന്തോ അങ്ങനെ ആടെ പോയിട്ട് അവരെ പറയുന്നത് കേട്ടിട്ട് നാണം കിട്ടിയിട്ട് വന്ന് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ ഫോഷിലെല്ലാം പോയി ആടെ പോകുമ്പോഴത്തേക്ക് അതില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഇറങ്ങിയിരുന്നില്ല, മൂടി തിരിഞ്ഞു നോക്കിയാൽ നാടക്കടേ അപ്പോൾ അച്ചക്കരെല്ലാം ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിനൊന്നും തളർന്നില്ല. നമ്മൾ റോഡ് ക്രോസ് ആക്കിയിട്ട് 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വരും എന്ന് പറഞ്ഞിട്ട് വാഷിൽ നമ്മൾ നേരെ എന്തൊക്കെയാ ഓട്ടോറിക്ഷ ആക്കിയിട്ട് അടുത്ത് സ്കിൻ ടോൺ നമ്മൾ ജാസ്മിൻ ജാഫറെല്ലാം വന്നിട്ടുള്ള ആ സ്കിൻ ടോണിലല്ല നമ്മളെ കാഞ്ഞങ്ങാടില്ല, അങ്ങനെ സ്കിൻ ടോണിൽ പോകുന്നില്ല കേട്ടോ. വേറെന്ത് കൊണ്ടെന്നല്ല, വാങ്ങേണ്ട ഉദ്ദേശം കൊണ്ട് തീരെയല്ല. പക്ഷേ പോയ കാണുമെന്ന് പറഞ്ഞാൽ ഈ 1 മണി ആക്കണം.
അതുകൊണ്ട് മാത്രം അങ്ങനെ നേരെ. പക്ഷെ ഇവിടെ എത്തിയിട്ട് നമ്മ ആക്കിയ സംഭവമെല്ലാം വേറെ തന്നെ കേട്ടോ. നമ്മ വെറുതെ ടൈം പാസിന് പോയെങ്കിലും നമ്മ ഇവിടെ നമ്മളെ പിന്നെ നമ്മ സ്വന്തം സ്ഥലത്തെത്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ. പിന്നെ ഒന്നും നോക്കില്ല, കുറച്ച് നേരത്തേക്ക് കിളി പോയിട്ടുണ്ടായി. ഞാൻ ഇവിടുന്ന് കുറേ വ്ളോഗ് എടുക്കണം, കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കാണിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷെ എന്തായിന്ന് പറഞ്ഞെങ്കിൽ ഈ സാധനമെല്ലാം കണ്ടിട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ കിളി പോയല്ലേ. അതിന് നമ്മൾ ഇരുന്നിട്ട് ഓരോന്ന് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിട്ട് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഓരോരോ സാധനം സ്റ്റാർട്ടിങ്ങിൽ വെച്ച് തന്നെ ലൈനിൽ നോക്കിക്കൊണ്ട് പോകാമെന്ന് വെച്ച് നോക്കുന്നില്ലതിട്ടാ. കമസിൻ്റെ എന്താ പറയില്ലേ, ഫേസ് ഹെയർ റിമൂവർ എല്ലാം ഇങ്ങനെ ജസ്റ്റ് നോക്കുന്നില്ലത് ഗൈസ്. അങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുന്നില്ലത് കേട്ടാ. എന്ത് പറഞ്ഞെങ്കിൽ വേറെ ഒന്ന് നമുക്കൊരു മണി ആക്കണം. അങ്ങനെ നമ്മൾ ഈ ലൈനിലുള്ള ഒരു സാധനം നമ്മൾ നോക്കുന്നില്ലത്. അങ്ങനെ ചെമ്മുനും കുറേ ഐറ്റംസ് കാണിക്കുന്നുണ്ട്. പിന്നെ അതേ കണക്ക് എന്താ പറയുക, വാങ്ങാൻ കുറേ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ച സാധനം എല്ലാം ഈടുണ്ട്. എന്തെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിറർ പോലും ഞാൻ വാങ്ങാൻ വെച്ചിട്ടുള്ളത് ഗൈസ്. അങ്ങനെ ഇപ്പോൾ വാങ്ങുന്നൊന്നും ഇല്ല കേട്ടോ, പക്ഷേ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഉള്ള ഒരു വസ്തു കുറേ എണ്ണമുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ടമ്മ വാങ്ങാമെന്ന് തോന്നി, അത് വാങ്ങിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ കുറച്ച് നേരം ഞാൻ നേരത്തെ കാണിക്കാൻ നമുക്ക് എന്തായെന്ന് അറിയില്ല. ഞാൻ ക്യാമറ ബാഗിലെപ്പം വെച്ചെന്നറിയില്ല ഗൈസ്. ഞാൻ കുറച്ച് നേരത്തേക്ക് കിളി പോയിട്ടുണ്ടായിന്. പിന്നെ ഈ സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ടല്ല. നമ്മൾ എന്ത് പറയില്ലേ, ഒരു മണി ആക്കി ആടി ഇരുന്ന് നിന്ന് തുള്ളി കാണിക്കുക, ഡാൻസ് കളിച്ചെന്ന് കാണിക്കുക. ടൈം നമ്മൾ ഒരു മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈടുന്ന് നടന്നെടുത്തിടുമ്പോഴത്തേക്ക് ആടെ എന്തെങ്കിലും 1:30 ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈടുന്നുണ്ടല്ലോ പാർച്ചിലേക്ക് നടന്നിട്ട് പോകുന്നില്ലത്. നേരത്തെ ഓട്ടോറിക്ഷാക്കിയിട്ട് ഇപ്പം നമ്മൾ നേരെ നടന്നിട്ട് പോകുന്നില്ലത്. വേറെ എന്ത് കൊണ്ടല്ല, 3 സ്ഥലത്ത് നമ്മൾ ആടെ ഇരുന്നിട്ട് തുന്നിട്ടേ കാണിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പോകുന്നില്ലത്. അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, എത്തുന്നില്ല. ലാസ്റ്റ് ഫൈനൽ നോക്കിയാൽ മേഘ്മേൻ്റെ മുമ്പിൽ തന്നെ എത്തി. അങ്ങനത്തെ പേരല്ല വന്നത്. പക്ഷെ നട്ട ഉച്ച എന്ത് ചൂടെന്നറിയോ. ആ ചൂടിൽ തുന്നൻ്റെ സാധനത്തിന് മൂട് പോയി നമുക്ക് തുന്നൻ്റെ മൂട് മൊത്തത്തിൽ പോയി. പക്ഷെ എന്നാലും തുന്നേ പറ്റുമെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നില്ലെത്തിട്ട്. അങ്ങനെ പാർസലെത്തിയിട്ട് വീണ്ടും ആരെ കാണുന്നില്ല. പിന്നെ ചുമ്മാ ബാബി വീണ്ടും നമ്മൾ പെടുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് നമ്മൾ പെട്ട് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് തളർന്നിട്ട് പോകാൻ നമ്മൾ റെഡി ഉണ്ടായിട്ടാണ്. ആടെ എന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു ചോദിച്ചു. അങ്ങനെ മോമോസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇങ്ങനത്തെ ഐറ്റംസ് കുറേ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കൻ ലോലിപ്പോപ്പ് വാങ്ങി ഗോയ്സ്. പക്ഷെ നട്ടുച്ചായത് കൊണ്ടുണ്ടല്ല, നമ്മൾ മൂഡ് മൊത്തത്തിൽ പോയതല്ല, നമ്മൾ വാശിക്ക് കഴിക്കുന്നുള്ളത് അത് കൊണ്ടുണ്ടല്ല. നമ്മൾ ഒരു മുഷ്ടവും പിന്നെ അതേ കണക്ക് ഈ സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയി നെക്സ്റ്റ് അതേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സാധനം തിന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനടുത്ത വീഡിയോയിൽ കാണാം. ബൈ.